അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കൃത്യമായി എന്ത് ചെയ്യണമെന്ന് ശരിയായ അറിവുള്ള ഒരു ദേശീയ നേതൃത്വമുള്ള മറ്റൊരു പാർട്ടി ഇന്ത്യയിൽ ഇല്ല എന്ന് തോന്നുന്നു. അതാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം. 2016 നോട്ട് നിരോധനം വന്നപ്പോൾ അഴിമതിയും കള്ളപ്പണവും ഭീകരവാദവും തടയാനാണ് എന്ന് ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചെങ്കിലും അതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യം ബി.ജെ.പിയുടെ രാഷ്ട്രീയ എതിരാളികളുടെ പോക്കറ്റ് കാലിയാക്കുക, ഇലക്ഷന് മുമ്പായി രാഷ്ട്രീയ എതിരാളികളെ പാപ്പരാക്കുക എന്നത് തന്നെയായിരുന്നു. അവരുദ്ദേശിച്ച കാര്യം നടന്നു എന്ന് തന്നെയാണ് 2019 ഇലക്ഷനിലെ വിജയം കാണിച്ചതും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബി.ജെ.പി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് പാസ്സാക്കുവാൻ ഒരുങ്ങുകയാണ്. എന്താണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്? ഇതിൽ ഒളിഞ്ഞുകിടക്കുന്ന ചതി എന്തൊക്കെയാണ്? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിൽ ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. അതെന്താണെന്നാണ് നമുക്കിത് ചർച്ച ചെയ്യേണ്ടത്. ഈ നിയമത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയെന്ന് വിശദമായി മനസ്സിലാക്കുവാൻ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മൂന്നാം മോദി സർക്കാർ 100 ദിവസം തികയ്ക്കുന്ന ഈ വേളയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാരുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. തിരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തേണ്ടത് ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു. നിലവിലുള്ള തിരഞ്ഞെടുപ്പ് രീതി രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാണെന്നാണ് ബി.ജെ.പിയുടെ വാദം. എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിയമം? ഇത് നടപ്പിലാക്കിയാൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെ, കോട്ടങ്ങൾ എന്തൊക്കെ? അതിലുപരി ബി.ജെ.പി എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രം എന്താണ്? ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ചതിക്കുഴി എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഈ മാസം നടക്കാനിരിക്കുന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ഈ ബിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. എന്താണ് ഇതിലെ ബി.ജെ.പിയുടെ തന്ത്രം എന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരേ സമയം രാജ്യത്താകെ തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് തന്നെയാണ് ലളിതമായി ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്സഭയിലും നിയമസഭയിലും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അതായത് വോട്ടർമാർക്ക്, നമ്മൾക്കെല്ലാവർക്കും ഒരേ സമയം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വോട്ട് ചെയ്യാം. നിലവിൽ നമുക്കറിയാവുന്ന പോലെ സംസ്ഥാന പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ പല സമയത്തായാണ് നടക്കുന്നത്. 5 വർഷം എപ്പോഴാണോ പൂർത്തിയാകുന്നത് അപ്പോൾ മാത്രമാണ് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഇലക്ഷൻ നടത്തുന്നത്. എന്തായാലും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. വലിയ സാമ്പത്തിക ലാഭം സർക്കാരിനും ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുന്നു എന്നാണ് ഇതിന്റെ പ്രധാന നേട്ടം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായി ഉദ്ദേശം 60,000 കോടി രൂപയോളം ഈ രാജ്യത്ത് ചിലവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ചിലവാക്കിയ തുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചിലവായ തുകയും എല്ലാം ചേർത്താണ് ഈ തുക. സാമ്പത്തികമായ ഈ നേട്ടം കൊണ്ട് സാധാരണക്കാരൻ എന്ത് പ്രയോജനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതായത് സർക്കാർ ചിലവാക്കുന്ന തുക എന്നത് സാധാരണക്കാരായ നമ്മളുടെ ടാക്സിന്റെ പണമാണ്. മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചിലവാക്കുന്ന തുക എന്ന് പറഞ്ഞാൽ അതും സാധാരണക്കാരായ നമ്മുടെ അടുത്ത് ബക്കറ്റ് പിരിവ് അടക്കമുള്ള പിരിവുകളിൽ കൂടി സംഘടിപ്പിക്കുന്ന തുകയാണ്. രണ്ട് രീതിയിലായാലും സാമ്പത്തികമായി ചിലവ് കുറയുക എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചിലവ് ചുരുക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊരു കാര്യം നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണ സംവിധാനം മൊത്തത്തിൽ എത്ര കണ്ട് അഡീഷണലായി വർക്ക് ചെയ്യുന്നു എന്നത്. ഈ കാലയളവിൽ പലപ്പോഴും സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ നീട്ടിവെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ഇലക്ഷൻ പല സമയത്തായി നടത്തുന്നതിന് പകരം ഒരേ സമയം ഇലക്ഷനുകൾ നടത്തുമ്പോൾ ഈ ഭരണ സംവിധാനം ഒരു പ്രാവശ്യം ഇതിനുവേണ്ടി വർക്ക് ചെയ്താൽ മതി എന്നതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഭരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയെ അനുകൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി എന്താണ് ഇതിൻ്റെ കോട്ടങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് എന്ന വസ്തുത നിലനിൽക്കുന്നതിനാൽ അതൊരു പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നു. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നിയമങ്ങളെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിലും പാർലമെന്റ് നടപടിക്രമങ്ങളിലും ഭേദഗതി വരുത്തേണ്ടതായും വരും. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കകൾ അല്പം വിഭിന്നമായാണ് കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ദേശീയ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തിയാൽ സംസ്ഥാനത്തെ വിഷയങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേശീയ വിഷയങ്ങളിൽ മുങ്ങിപ്പോകും എന്നതാണ്. അതായത് സംസ്ഥാനത്തെ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു അവസരം ലഭിക്കുന്നില്ല. മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ മുങ്ങി ഇലക്ഷൻ റിസൾട്ട് പോകുമോ എന്നൊരു ആശങ്കയാണ് മറ്റു പാർട്ടികൾ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്നത് ദേശീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് ചെലവിലും തന്ത്രത്തിലും പിടിച്ചു നിൽക്കുവാൻ ചെറിയ ചെറിയ സംസ്ഥാന പാർട്ടികൾക്ക് സാധിക്കാതെ വരുമോ എന്ന ഭയവും ഈ ബില്ലിനെ എതിർക്കുന്നതിൽ രാഷ്ട്രീയപരമായി ഒരു കാരണമാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മയെ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നാൽ നിലവിലെ ഭരണകക്ഷിയെ തന്നെ വോട്ടർമാർ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. അതായത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ ഭരിക്കുന്ന പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യത 77% പോലും. മറിച്ച് തിരഞ്ഞെടുപ്പ് ഇടവേളകളിലാണ് നടക്കുന്നത് എങ്കിൽ 61% പേർ മാത്രമേ ഒരേ പാർട്ടിയെ തന്നെ വിജയിപ്പിക്കൂ എന്നാണ് പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ഈ ബില്ലിനെ എതിർക്കുന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1967 വരെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത് ഒരേ സമയത്ത് തന്നെയാണ്. 68ലും 69 വർഷങ്ങളിൽ നിയമസഭകൾ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിരിച്ചുവിട്ട സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകൾ രണ്ട് ദിശയിലായി മാറപ്പെട്ടത്. 1983 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരേ സമയം എല്ലാ തെരഞ്ഞെടുപ്പും നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു നിർദ്ദേശത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് ഉണ്ടായത്. 1999 ഓർമ്മ ശരിയാണെങ്കിൽ നിയമ കമ്മീഷനും ഇതേ സമാനമായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ ആവശ്യം നിലവിൽ ഇപ്പോൾ പിന്തുണച്ച് നിയമമാക്കാൻ ശ്രമിക്കുന്നത് BJP ആണ്. എന്താണ് BJPയുടെ രാഷ്ട്രീയപരമായ ലക്ഷ്യം? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മൂന്നാം മോദി സർക്കാരിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് രാഷ്ട്രീയപരമായ വിലയിരുത്തൽ. എന്നാൽ നിലവിലുള്ള മുന്നണി ഭരണം കെട്ടുറപ്പുള്ളതാണെന്നും കൂടുതൽ വിശ്വാസമുള്ളതാണെന്നുമാണ് BJPയുടെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ബില്ല് നടപ്പാക്കേണ്ടത് BJPയുടെ രാഷ്ട്രീയപരമായ ആവശ്യം കൂടിയാണ്. എന്തായാലും ഇങ്ങനൊരു നിയമം നടപ്പാക്കുന്നത് കൊണ്ട് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നത് ദേശീയ തലത്തിൽ BJPക്കുള്ള ഹോൾഡ് ഒരേ ഇലക്ഷനിൽ കൂടി സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ്. സംസ്ഥാനങ്ങളിലെ ചെറിയ ചെറിയ പാർട്ടികളുടെ കുത്തക തകർത്ത് BJPക്ക് ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും വരുതിയിലാക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് BJP എന്ന പാർട്ടി കാണുന്നത്. ആറാട്ടോക്സ് നേരത്തെ പറഞ്ഞതുപോലെ 2016 നോട്ട് നിരോധിച്ച് നടപ്പാക്കിയ പോലെ മറ്റൊരു രാഷ്ട്രീയ തന്ത്രമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ നേരത്തെ നിയോഗിച്ചിരുന്നു. 2024 മാർച്ചിൽ സർക്കാരിന് സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം. നിയമ കമ്മീഷന് സമാന നിർദ്ദേശം ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് സൂചന. 2029 മുതൽ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണം. അതായത് ലോക്സഭാ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്നാണ് നിയമ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. തൂക്കുമന്ത്രിസഭ അവിശ്വാസ പ്രമേയം പോലുള്ള സന്ദർഭങ്ങളിൽ ഏകീകൃത സർക്കാരിനുള്ള വ്യവസ്ഥയും കമ്മീഷൻ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടുകളിലുണ്ട്. എന്തായാലും രാഷ്ട്രീയപരമായി BJPക്ക് എത്രത്തോളം ഇത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്നാൽ ആറാട്ടോക്സിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രാഷ്ട്രീയം മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. അത് സാമ്പത്തികപരമായും ചിലവിന്റെ കാര്യത്തിലും രാഷ്ട്രീയ ബോധത്തിലും ഉന്നത നിലവാരത്തിൽ രാജ്യത്തെ എത്തിക്കുമെന്നതാണ് ആറാട്ടോക്സിന്റെ അഭിപ്രായം. എന്തായാലും എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം ദയവായി കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.